അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും വളരെ വളരെ എളുപ്പത്തിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റിയ ഒരു ദിക്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഈ ദുആ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അതുകൊണ്ട് ഇത് ആരും വെറും നിസ്സാരമാക്കി കളയരുത്. തള്ളിക്കളയാനും പാടില്ല. ഇത് നമ്മൾ അറിയാതെ ഇത് ചെയ്തിട്ട് കിട്ടുമോ കിട്ടത്തില്ലയോ എന്നും പറഞ്ഞ് തള്ളിക്കളയാൻ പാടില്ല. വെറും നിസ്സാരമാക്കി തള്ളിക്കളയുന്നതാണ് ഈ ഒരു ദുആ എല്ലാവരും. കാരണം ഇത് ചൊല്ലാൻ വളരെ സമയം കുറവ് മതി, വളരെ പെട്ടെന്ന് ചെല്ലി തീർക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത് ചെയ്തിട്ട് കാര്യമില്ല എന്നായിരിക്കും, അല്ലേ? അങ്ങനെ മനസ്സിൽ പോലും ചിന്തിക്കാൻ പാടില്ല. നമ്മൾ അറിഞ്ഞിട്ടും ഇത് ചെല്ലാതിരിക്കുന്നത് അതിലും വലിയ തെറ്റാണ് കേട്ടോ. ഈ ഒരു ദുആ കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചൊന്ന് ചൊല്ലി നോക്കൂ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പോലും അറിയാത്ത വഴിയിലൂടെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടും. ഈ ഒരു ദിക്റിന്റെ കുറച്ച് മഹത്വങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അതിൽ ഒന്നാമത്തേതാണ് നമ്മുടെ ദുനിയാവിലെ നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കും. 2, പരലോകത്തെ സർവ്വ നന്മകളും അനുഗ്രഹങ്ങളും ലഭിക്കും. നമുക്ക് ഇരു ലോകത്തും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു ദിക്റാണിത്. അപ്പം മനസ്സിലായില്ല എത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ശ്രേഷ്ഠമേറിയ ഒരു ദിക്റാണ് ഇതെന്ന്. മൂന്നാമത്തേതാണ് നമ്മളെ നരക ശിക്ഷയിൽ നിന്ന് അവൻ രക്ഷപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നരക ശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. നമുക്ക് ഇരു ലോക പ്രയോജനവും വിജയവും രക്ഷയും ഒക്കെ നൽകുന്ന ഒരു ദിക്റാണ് ഇത്. ഇതൊരു ചെറിയ ദിക്റാണ്. നമുക്കൊരു പ്രധാന സമയത്ത് ഒരു നിശ്ചിത എണ്ണം ചൊല്ലി തീർക്കാവുന്നതാണ്. നിങ്ങൾക്ക് എപ്പോഴാണോ സമയം, ആ സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്രയും എണ്ണം നിങ്ങൾ ചൊല്ലി തീർക്കുക. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് എങ്കിൽ, ഇപ്പം ജോലി ഇല്ലാത്തവരാണ് എങ്കിൽ അവർക്ക് ജോലി ലഭിക്കും. ഭാര്യ ഭർത്താവിന് വേണ്ടി ചെല്ലിയാൽ ഭർത്താവിൻ്റെ ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും. ഉമ്മ ചെല്ലിയാലോ, ഉമ്മ ആർക്ക് വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്? ഭർത്താവിനോ മക്കൾക്കോ മകനോ ആർക്കായിക്കോട്ടെ, അവരുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കും. ഈ ജോലി ഉള്ളവരാണ് ഇത് ചെല്ലുന്നത് എങ്കിൽ ആ ഉള്ള ജോലിയിൽ നിന്ന് നമുക്ക് ഉയർച്ച ലഭിക്കും, പ്രമോഷൻ നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ നല്ല ബർക്കത്തുണ്ടാകും. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം മാറ്റിക്കിട്ടും. എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു കളയും ഈ ഒരു ഒറ്റ ദിക്റിന്റെ മഹത്വം കൊണ്ട്. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഒരു സ്ത്രീ വന്നിട്ട് വളരെ വളരെ വിഷമത്തോടു കൂടി പറയുകയാണ്, എൻ്റെ ഭർത്താവ് വീട്ടിലേക്ക് വരുന്നത് വിഷമിച്ചിട്ടാണ്. അവന്റെ മുഖം വീട്ടിൽ വന്ന് കയറുമ്പോൾ തന്നെ അങ്ങ് വിഷമാവസ്ഥയിലാണ് ഞാൻ കാണുന്നത്. അതിനുള്ളൊരു പോംവഴി എനിക്കൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ടാണ് ആ സ്ത്രീ ആയിഷ ബീവി റളിയല്ലാഹുവിൻ്റെ അടുത്ത് വരുന്നത്. എന്നാലും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആ സ്ത്രീയോട് ചോദിച്ചു, നിന്റെ ഭർത്താവിന് എന്തെങ്കിലും മനസ്സിനെ അലട്ടുന്ന പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ആ സ്ത്രീ പറഞ്ഞത്, എൻ്റെ ഭർത്താവിന് അവരുടെ കച്ചവട സ്ഥാപനത്തിൽ കച്ചവടങ്ങളൊന്നും ഇല്ല, വളരെ മോശാവസ്ഥയിലാണ് എന്ന് പറയുന്നു. അന്നേരം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, നിങ്ങൾ രാവിലെ ഉറക്കം എണ്ണീറ്റ ഉടനെ തന്നെ ആ പായയിൽ ഇരുന്നു കൊണ്ട്, ആ കട്ടിലയിൽ ഇരുന്നു കൊണ്ട് തന്നെ 17 പ്രാവശ്യം റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖീന അദാബന്നാർ എന്ന ഈ ദിക്ർ 17 പ്രാവശ്യം ഓതുക. ഇത് നമുക്ക് ചൊല്ലി തീർക്കാൻ വളരെ കുറഞ്ഞ സമയം മതി. വെറും 17 പ്രാവശ്യം ഓതിയാൽ പോരെ, അല്ലേ? ഈ ഒരു ചെറിയ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം എല്ലാം മാറി മറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ആരും ഈ ഒരു ദിക്ർ കൈവിട്ട് കളയരുത്, വെറുതെ പാഴാക്കി കളയാൻ പാടില്ല. ഇന്ന് മുതൽ തന്നെ ഇത് നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടു. നാളെ രാവിലെ എണ്ണീറ്റ ഉടനെ തന്നെ ഈ ഒരു ദിക്ർ 17 പ്രാവശ്യം ചൊല്ലി നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരും. ഇൻഷാ അല്ലാഹ്. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.